ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ വിരുന്ന് വന്നപ്പോൾ റെഡിയാക്കിയതാണ് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് ചപ്പും പൊതിനയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടി കൂടി, അതായത് ബിരിയാണി മസാലയുടെ പൊടി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളിതിലേക്ക് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് വെച്ചത്, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് എല്ലാം ചതച്ചതും ഇട്ട് കൊടുത്തു. അതൊക്കെ വാട്ടിയതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായി ഇതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസും തൈരുമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് അധികം ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസും തൈരുമാണ് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും ബിരിയാണി വെക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ബിരിയാണിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. എന്നിട്ട് എല്ലാ മസാലകളും ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നെയ്ച്ചോറാക്കിയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പം നെയ്ച്ചോറാണ് നമ്മൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു തൈരും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. തൈര് നല്ല ടേസ്റ്റായിരുന്നു. കാരണം മിൽമയുടെ തൈര് എനിക്ക് നല്ല ഇഷ്ടമാണ്, മിൽമയുടെ തൈര് കേട്ടോ. അപ്പോൾ അതിനൊരു പുളിപ്പ് കൂടുതലൊന്നും ഉണ്ടാവില്ല, നല്ലൊരു പാകത്തെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്കൊരു ചമ്മന്തി കൂടി ഉണ്ടായിരുന്നു, അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ദം ചെയ്തെടുത്തു. അപ്പോൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിൽ നമ്മൾ നെയ്ച്ചോറായിട്ട് വറ്റിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാക്കുക, നന്നായി ഉടച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഉടച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അത് വിളമ്പിയെടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് ഞങ്ങളെ കാണിച്ചത്. പിന്നെ പപ്പടം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് മോന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് അവന് വിളമ്പി കൊടുക്കുകയാണ്. അവൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവന് വിളമ്പി കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കണതൊക്കെ എടുക്കാനൊക്കെ വിട്ടുപോയി. ഞങ്ങൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അവനാണ് ആദ്യം കഴിച്ചത്. അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.